ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു അയിലക്കറിയാണ്, അതും വെറൈറ്റി ടേസ്റ്റിൽ. അപ്പോൾ നമ്മൾ അയില ഇഷ്ടം പോലെ സൈസിൽ കറി വെക്കലുണ്ട്, ഇങ്ങനെ മുളകിട്ടിട്ട് തേങ്ങ അരച്ചിട്ട് തൈര് ഒഴിച്ചിട്ടല്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇത് പൊരിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ അയില 1 കിലോ എടുത്തിട്ടുണ്ട്. അതെല്ലാം കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ട് ഉപ്പിട്ട് വൃത്തിക്ക് കഴുകി എടുത്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഉപ്പിട്ടിട്ട് നല്ലോണം വരച്ച് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് പീസാക്കി വെക്കാം. നല്ലോണം പീസാക്കാം. വലിയ പീസ് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കരായി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് കാച്ചമ്പുളിൻ്റെ സത്തും ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങയോ ഇല്ലെങ്കിൽ വിനാഗിരി, ഇങ്ങനെ എന്തെങ്കിലും പുളിക്ക് വേണ്ടുന്ന എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ് അതിനൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കഷ്ണങ്ങളെല്ലാം എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. അപ്പോൾ ഇത് ഇത്രയും ചെറുങ്ങനെ അരിഞ്ഞിട്ടും ചതയ്ക്കാനുള്ളത് ചതച്ചിട്ടും വരാം കേട്ടോ. അപ്പോൾ മീൻ ഒരു സൈഡ് പൊരിഞ്ഞിട്ടുണ്ട്, മറ്റേ ഒരു സൈഡിലേക്ക് നമുക്ക് തിരിച്ചിടാം. സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്ക് പൊരിച്ചാൽ മാത്രമേ തിന്നുള്ളൂ, പക്ഷേ അതുകൊണ്ട് പൊരിച്ചിട്ട് കറിയാക്കി നോക്കാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളി, പച്ചമുളകും, പിന്നെ ഇഞ്ചിയും, കുറച്ച് കരിവേപ്പിലയും, പിന്നെ കുറച്ച് കുരുമുളകും നമുക്ക് ഈ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ട് വരാം കേട്ടോ. അതൊന്ന് ഒതുക്കിയെടുക്കാം. ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ജാറിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, നിങ്ങളെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾ മുളക് പൊടി എടുത്തോ കേട്ടോ. അപ്പം ഞാൻ കുറച്ചധികം മുളക് പൊടി തന്നെ എടുക്കുന്നുണ്ട് ഇവിടെ. മുളക് പൊടിയും കുറച്ച്, പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും എടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇടേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ, അത്. ആ തക്കാളിയും ഒന്ന് ഇട്ടിട്ട് നമ്മളതൊന്ന് ഒതുക്കിയിട്ട് വരാം. ഒതുക്കി കഴിഞ്ഞതും അതിലേക്ക് നമ്മൾ എന്താ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയല്ലേ, അതൊരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ട് അതൊന്ന് വീണ്ടും നൈസായിട്ട് അരയ്ക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചോട്ടോ. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക്, 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുകിട്ടിട്ട് കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവയില്ല, അതൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ആയതും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചേർവകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ല അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയും നമുക്കതൊന്ന് വഴറ്റി കൊടുക്കുക എണ്ണയിൽ. പിന്നെ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നീളത്തിലായി കുറച്ച് അരിഞ്ഞതുണ്ടായിന്, അതും ഇട്ട് കൊടുക്കുക. അത് നല്ലോണം മിക്സാക്കി കൊടുക്കുക കേട്ടോ. അത് മിക്സാക്കി കഴിഞ്ഞത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ടിട്ട് അതും നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റി കഴിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന്, പിന്നെ ഒരു സാധനം കൂടി ബാക്കിയുണ്ട്, കുറച്ച് തക്കാളി. ആ തക്കാളിയും കൂടി നമുക്കതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം.
നല്ലോണം വഴറ്റാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നൈസായിട്ട് അരച്ചിട്ടുണ്ട്. അത് ചേർത്തിട്ട് നമ്മളൊന്ന് നല്ലോണം എണ്ണേൻ്റെ കൂടെ ഒന്ന് വറുത്തെടുക്കുക. അങ്ങനെ വറുത്തെടുക്കാമെന്ന് വെച്ചാൽ നല്ലോണം വഴറ്റുക. അതും കൂടി നല്ലോണം വഴറ്റിയിട്ട് ആ ചാറ് കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇങ്ങനെ ഓരോരോ കറിയാക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ പൂരിയായാലും ദോശ, വെള്ളയപ്പം, ചപ്പാത്തി ഇങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കൂട്ടാൻ, ചോറിൻ്റെ കൂടെ എല്ലാം കൂട്ടാൻ നല്ലൊരു ഒഴിച്ച് കറിയാവും കേട്ടോ. ഇങ്ങനെ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം മിക്സാക്കിയിട്ട് ഒന്ന് അത് നല്ലോണം തിളച്ച് വരട്ടെ. നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന അയില മീൻ എടുത്തിട്ട് കൊടുക്കാം. നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന എല്ലാ മീൻ കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് നമ്മളതൊന്ന് വേവിക്കാം കേട്ടോ. വെന്തിട്ടുണ്ട് എങ്കിലും മസാലേൻ്റെ കൂടെ ഒന്നും കൂടി ഒന്ന് മീനെല്ലാം അതൊന്ന് വേവട്ടെ. അപ്പോൾ നമ്മളെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. താങ്ക്